ഹായ് ഹലോ. അതിലവല്ല എന്നെ കൊച്ചുമോനും അമ്മയുടെ പത്രത്തിൽ നോക്കിയിരിപ്പുണ്ട്. എന്തുവാന്ന് ഈ കാര്യമായിട്ട് നോക്കുന്നത്. ഞാൻ യാദവിനോട് പറഞ്ഞു നീ അശമ്പളി കൊടുത്ത് പോകണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അമ്മയുടെ ഒരു മറുപടി ഉണ്ടെന്ന് കേട്ടു നോക്കണേ. നീ പിള്ളേരെ പഠിപ്പിക്കാൻ വിടാത്തത് എന്നെ പോലെ മടിച്ചൊന്നും അല്ല അവൻ കേട്ടോ. ദേ യാദവ് കുളിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ചെറുക്കനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ വീഡിയോയ്ക്ക് വേണ്ടി അല്ലടാ നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അവൻ പറയുന്നത്. 90s രാജകുമാരനായ ഇവനാണ് എന്റെ വണ്ടി. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്. ഇതാണ് യാദവിന്റെ ഒക്കെ ടീച്ചർ, ഷോഫ ടീച്ചർ. ഇനി പ്രാർത്ഥന സമയമാണേ. അവിടുന്ന് ഞാൻ യാതൊരു ടാറ്റയും പറഞ്ഞിറങ്ങി. കുളിച്ച് റെഡിയായി ഒരിടം വരെ പോയിട്ട് വരാം. ഇവിടെ വന്ന് അനിയനെ വിളിച്ച് നേരെ കായംകുളം ട്രാഫിക് സ്റ്റേഷനിലോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പെറ്റ് വന്ന കാര്യം നമ്മൾ അറിയാതെ പോവുകയും അതറിയാതെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ RC ബുക്കിൽ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ തെറ്റായിരുന്നു. കൃത്യസമയത്ത് പെറ്റി അടയ്ക്കാത്തതുകൊണ്ട് വെർച്വൽ കോർട്ടിൽ പോയി. അവിടുന്ന് പിന്നെ അത് റെഗുലർ കോർട്ടിൽ പോയി. ഓൺലൈൻ അടയ്ക്കാൻ കഴിയും. പിന്നെ നമ്മൾ നേരെ ട്രാഫിക് സ്റ്റേഷനിൽ ചെല്ലുക, അവിടെ ഒരു അപേക്ഷ എഴുതി കൊടുക്കുക. അവര് നമുക്ക് ഓൺലൈൻ അടയ്ക്കാനുള്ള സംവിധാനമാക്കി തരും. നമുക്കൊരു ചായ പിടിച്ചാലോ? ഇതെന്റെ ബ്രദറാണ്. അവന് ചായയും വേണ്ട കടിയും വേണ്ടെന്ന് പറഞ്ഞു. അവൻ ഡയറ്റാന്ന് പോലും. ഡയറ്റ് ഞങ്ങൾ കഴിക്കുന്ന ഉണ്ണിയപ്പമാണ്. ഒരു വട്ടം കഴിച്ചവർ പിന്നെയും വന്ന് കഴിക്കും. അതാണ് ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ്. ചായ കുടിച്ചിട്ട് പാഴ്സൽ വാങ്ങി നേരെ ഇനി വീട്ടിലേക്ക്. നമ്മുടെ യാദവമോ നിൽക്കുന്നു. അവനെ വിളിച്ച് പാഴ്സൽ അവന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്തോ പറ്റിയാന്ന് അറിയത്തില്ല. ഇവിടുത്തെ ടിവിയുടെ ഡിസ്പ്ലേ മൈജിയിൽ എന്തോ വലിയ ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ മൈജിയിലേക്ക് വിട്ടു. മിക്കുള്ള കമ്പനിയുടെ കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഞാനിതൊക്കെ കണ്ട് വണ്ടടിച്ചിരിക്കുമ്പോഴാണ് അണ്ണാ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, വീട്ടിൽ പോകണ്ടേ. ഇമ്പെക്സിന്റെ ഒരു സ്മാർട്ട് ടി വി ബുക്ക് ചെയ്തു. ടിവിയും തലയിലേന്തി മൈജിന്ന് ഇറങ്ങുന്ന നേരം മൈജിക്കാർ പറഞ്ഞു ഹോം ഡെലിവറി ഉണ്ട്, ഫ്രീ ഡെലിവറി ആണ്. ആ സന്തോഷ വാർത്ത കേട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.